complete system. It's a section 2.1c. A system collection xi I greater than or equal to 1, which means set x1, x2, etc. Okay, this set in a normed space capital X is called a complete system if the linear span sigma I equal to 1 to n alpha I xi means alpha 1 x1 plus etc alpha n xn. അതായത് ഒരു കളക്ഷൻ എക്സ് ഒരു ഇൻഫൈനൈറ്റ് ഫൈനൈറ്റ് എന്താവട്ടെ ഒരു കളക്ഷൻ ഓഫ് എക്സൈത്തെ ഫൈനൈറ്റ് ഇലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ്. അതായത് ഏത് ഫൈനൈറ്റ് ഇലമെൻറ്റ്സ് എടുത്താലും ഇപ്പോൾ x1ൻ്റെ മാത്രം ലീനിയർ കോമ്പിനേഷൻ ആവാം, സ്കാലാർ മൾട്ടിപ്പിൾ ആവാം, x1 x2ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ x1 x2 എക്സെട്ര xn. ഇവിടെ ഫോർ ഓൾ n ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഇലമെൻറ്റ്സ് എസ് അല്ലെങ്കിൽ ആ ഒരു ലീനിയർ കോമ്പിനേഷൻ കണ്ടെയ്ൻ ചെയ്ത് അല്ലെങ്കിൽ ലീനിയർ സ്പാനിനെ ഓഫ് ദിസ് സെറ്റിനെ എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇഫ് എസ് ക്ലോഷർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ആണെങ്കിൽ ദിസ് കളക്ഷൻ എക്സ് ഐ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, എക്സ് ഇസ് കോൾഡ് എ കംപ്ലീറ്റ് സിസ്റ്റം ഇഫ് ദ ലീനിയർ സ്പാൻ ഓഫ് ദ വെക്റ്റേഴ്സ് ഈസ് എ ഡെൻസ് ഇൻ എക്സ്. ഓക്കെ, so these are examples. By Weierstrass approximation theorem. Weierstrass approximation theorem means every continuous function defined on a closed interval AB can be uniformly approximated as closely as desired by a polynomial function. Simply means polynomials are dense in C of 0, 1. അപ്പോൾ polynomialsൻ്റെ basis എന്ന് പറയുന്നതാണ് 1 ടി സ്ക്വയർ എക്സിട്ര എന്ന് പറയുന്നത്. അതായത് കളക്ഷൻ ഓഫ് ടി റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻ സി ഓഫ് 0, 1 ആണ്. അതായത് ഇത് പോളിനോമിയൽസിൻ്റെ ബേസിസ് ആയിട്ട്, അതായത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ആണ് എല്ലാ പോളിനോമിയൽസും വരുന്നത്. അപ്പോൾ നമ്മുടെ ലീനിയർ സ്പാൻ എന്നുള്ള പൊസിഷനിൽ ആ ഇലമെൻറ്റ്സ് വരും പോളിനോമിയൽസ്. അത് സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0, 1 ഡെൻസ് ആയതുകൊണ്ട് but definition of complete system is set t raised to n എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് കംപ്ലീഷൻ ഓഫ് സി പി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെയാണ് നമ്മൾ എൽ പി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് സി ഓഫ് 0, 1 ഈസ് ഡെൻസ് ഇൻ L2 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. ഓക്കെ, ഇനി പോളിനോമിയൽസ് ആർ ഡെൻസ് ഇൻ സെക്കൻഡ് വൺ. To prove the polynomials are dense in L2 of closed interval 0, 1, we can prove like this. We have C of 0, 1 is dense in L2 of closed interval 0, 1. In C of 0, 1 means a set of all continuous functions on closed interval 0, 1 ആണ്. അതിൻ്റെ കംപ്ലീഷൻ ആണ് എൽ പി ഓഫ് അല്ലെങ്കിൽ L2 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എന്ന് പറയുന്നത്. അപ്പോൾ സി ഓഫ് 0, 1 ഒരു സീക്വൻസ് എഫിലേക്ക് ചെയ്യുകയാണെങ്കിൽ which are that fn converges to f in L2 of closed interval 0, 1, which simply means norm L2 of closed interval f is less than or equal to norm C of closed interval norm f. അതായത് C of closed interval 0, 1 എന്ന് പറയുന്നത് stronger than norm of this is actually norm of C of closed interval 0, 1 is stronger than norm of L2 of closed interval 0, 1. അപ്പോൾ C of closed interval 0, 1ൻ്റെ കേസിൽ ഈ സെറ്റ് ടി റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിസ്റ്റമാണ്. സോ അതുകൊണ്ട് തന്നെ അത് L2 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1ൻ്റെ കേസിലും കംപ്ലീറ്റ് സിസ്റ്റമാണ്. ഓക്കെ, again by Weierstrass theorem, the trigonometric polynomials are dense in the space of continuous 2π periodic functions in the C of minus pi to pi norm. അതായത് C of closed interval എ ബിയിൽ എയുടെ പ്ലേസിൽ മൈനസ് പൈ, ബിയുടെ പ്ലേസിൽ പൈ. ബൈ വെയർസ്ട്രാസ് തിയറം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഡെൻസ് ആയതുകൊണ്ട് ദിസ് 1 cos nx sin nx എന്ന് പറയുന്ന ഈ സ്പേസ് ദിസ് ഇസ് കംപ്ലീറ്റ് ഇൻ L2 of minus pi to pi. Also we have e raised to int which is cos nt plus I sin nt. This is also complete system in L2 of minus pi to pi.
Now we have a lemma. If collection Fi is a complete system in a Hilbert space. Complete system in a Hilbert space means the span of linear combination of finite elements of the space, the set Fi is dense in capital H, and X is orthogonal to Fi for every I. Then we have to show that X equal to 0. Given that X is orthogonal to Fi for every I, that is X is orthogonal to every linear combination or span of Fi. Span of Fi means alpha 1 or a1 into f1 plus etc. ആണ്. ഈച്ച് Fi യോട് അത് X orthogonal ആയതുകൊണ്ട് അതിൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും ഇറ്റ് വിൽ ബി ഓർത്തോഗണൽ. ദാറ്റ് ഈസ് നമുക്ക് കംപ്ലീറ്റ് സിസ്റ്റം ആണെന്ന് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തതുകൊണ്ട് ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ഡെൻസ് ഇൻ എച്ച് ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു ഡെൻസ് സെറ്റ് ഇൻ എച്ച് ആണ്. ഓക്കെ, ഡെൻസ് സെറ്റ് ഇൻ എച്ച് ആണ്. ഹെൻസ് ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് എക്സ് എൻ ഈസ് ഓർത്തോഗണൽ ടു സ്മോൾ എക്സ്. Hence 0 is equal to xn inner product of xn x which converges to, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് xn converges to x എന്നാണെന്ന്. അതുകൊണ്ട് xn converges to x, inner product of xn x converges to inner product of xx which is equal to norm x square ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 0 എന്നാണ്, കാരണം xn എന്ന് പറയുന്നത് എക്സിനോട് ഓർത്തോഗണൽ ആയതുകൊണ്ട്. So 0 equal to norm x square എന്ന് വരും. That is norm x square equal to 0 if and only if x equal to 0 എന്നാണ് by definition of norm. Hence the proof. ഇനി ഇതെങ്ങനെയാണ് ഓർത്തോഗണൽ ആവുന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഡി എന്ന് പറയുന്നത് ഡെൻസ് സെറ്റാണ്, അതായത് ഡി ക്ലോഷർ എന്ന് പറയുന്നത് എച്ച് ആണ്. അപ്പോൾ എച്ചിനകത്ത് ഏത് എലമെൻ്റ് എടുത്താലും we can find some sequence in D such that xn converges to x. ഓക്കെ, അപ്പോൾ അത് ഏത് എക്സ് എടുത്താലും ട്രൂ ആണ്. ഇൻ പെർട്ടിക്കുലർ നമ്മളുടെ എക്സിനത് xn കൺവേർജസ് ടു എക്സ് ആണ്. പക്ഷെ ഓൾറെഡി നമ്മൾ നമ്മുടെ അസംഷൻ അനുസരിച്ച് എക്സ് എന്ന് പറയുന്നത് ഈ ഡി ആണ് നമ്മൾ ഓർത്തോഗണൽ സെറ്റ് എടുക്കുന്നതെങ്കിൽ ആ ഡിയോട് ഓർത്തോഗണലാണ്. ഡി ആണ് ഡെൻസ് സെറ്റ് എടുക്കുന്നതെങ്കിൽ അതിനോട് ഓർത്തോഗണലാണ്.